ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളാണ്. അവൻ കടലിൻ്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇവിടെ ഈ പിശാച് ബാധിതനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, പിശാചിൻ്റെ ഉപദ്രവങ്ങൾ പലതരത്തിലുള്ള, ഒന്ന് പ്രലോഭനമുണ്ട്, അരുതാത്തത്തിലേക്ക് ആകർഷണം നൽകുന്ന ഒരവസ്ഥ. രണ്ടാമത്തേത് പിശാചിൻ്റെ പീഡകളുണ്ട്. അശുദ്ധമാക്കപ്പെട്ടതോ വിശുദ്ധീകരിക്കപ്പെടാത്തതോ ആയ വസ്തുക്കളിലൂടെ, വ്യക്തികളിലൂടെ, സംഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ പിശാച് നടത്തുന്ന ബാഹ്യമായ പീഡകളാണ് പിശാചിൻ്റെ പീഡകളെന്ന് പറയുന്ന ഒപ്രഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന കാര്യം. അത് എല്ലാവർക്കും ഉണ്ടാകാം. പക്ഷേ നമ്മിൽ ഈശോ ഉള്ളതുകൊണ്ട് ആ പിശാചിൻ്റെ ഉപദ്രവങ്ങളെ അതിജീവിക്കാനുള്ള കൃപ നമുക്കുണ്ടാകും. മൂന്നാമത്തേത് ഒബ്സഷൻ എന്ന് പറയുന്ന പിശാച് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നൊരവസ്ഥയാണ്. പിശാച് നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുന്ന അവസ്ഥയാണ്. നാലാമത്തേത് പിശാച് ബാധ എന്ന് പറയുന്ന പൊസഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഒരു വ്യക്തിയുടെ പൂർണ്ണമായ അധികാരം പിശാചിൻ്റെ കയ്യിലാകുന്നൊരവസ്ഥ. അയാളിൽ ദൈവ സാദൃശ്യം ആത്മാവിലുണ്ടെങ്കിലും ആത്മാവിലുള്ള ദൈവഛായയ്ക്ക് ദൈവസാദൃശ്യത്തിനുപരിയായ പൈശാചികത അയാളെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. അത് മറ്റൊരാളുടെ പാപം പോലൊന്നുമല്ല, അയാളുടെ ഏതെങ്കിലും ഒരു മാരകമായ പാപത്താലായിരിക്കാം പിശാച് അയാളെ ബാധിച്ചിരിക്കുക. ചില കേസുകൾ നമ്മൾ കാണുന്ന പിശാച് ബാധ എന്ന് പറയുന്നത് മിക്കതും ഒബ്സഷൻ എന്ന് പറയുന്ന പിശാച് മനസ്സിൽ ആവേശിച്ച അവസ്ഥയാണ്. സൈക്കോളജിക്കലായിട്ടുള്ള മനഃശാസ്ത്രപരമായ കാരണങ്ങളാലുള്ള ചില വൈകല്യങ്ങളാൽ, കുറ്റബോധമായിരിക്കാം, ക്ഷമിക്കാത്ത അവസ്ഥ, വെറുപ്പായിരിക്കാം, അല്ലെങ്കിൽ ഭയമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായ ആശയങ്ങൾ തലയിൽ കയറിയതാകാം, തെറ്റായ അറിവുകൾ വന്നതാകാം. അങ്ങനെ പിശാചാണ് തൻ്റെ കൂടെയുള്ളത്, അതിൻ്റെ ഉള്ളിലുള്ളതെന്നുള്ള ചിന്തയിലേക്ക് വന്ന് അയാളുടെ മനസ്സ് പിശാചിൻ്റെ നിയന്ത്രണത്തിലാകുന്നൊരവസ്ഥ വരും. ഇവിടെ പിശാചയുടെ മനസ്സിലിട്ട് കളിപ്പിക്കുകയാണ്. അതൊരു പിശാച് ബാധയല്ല. അലറി വിളിക്കുകയും തുണിയൊക്കെ വലിച്ചു പറിച്ച് കളയുകയും ജനക്കൂട്ടത്തിനിടയിൽ ഓടി നടക്കുകയും ചെയ്യുന്ന എല്ലാവരും പിശാച് ബാധയുള്ളവരല്ല. ധ്യാനാവസരങ്ങളിലും ചില കൺവെൻഷൻ്റെ അവസരങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാനൊരു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വളരെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം അവിടെ ചെയ്തു. ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് അലറി വിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഓടി സ്റ്റേജിലേക്ക് വരികയും സ്റ്റേജിലേക്ക് വന്നിട്ട് അവരുടെ സാരിയൊക്കെ അവർ വലിച്ചു പറിക്കാൻ വരികയും ചെയ്തു. പെട്ടെന്ന് അവിടെ പാട്ട് പാടാൻ നിന്നിരുന്ന പെൺകുട്ടികൾ കുറച്ച് ജ്ഞാനമുള്ളവരും വിവേകമുള്ളവരും ആയതുകൊണ്ട് അവരൊരൊറ്റ നിമിഷം കൊണ്ട് 2 പെൺകുട്ടികൾ കൂടി ആ ഇടവകയിലെ ഗായക സംഘത്തിൽപ്പെട്ടവരാണ്. 2 പെൺകുട്ടി, പേടിച്ചൊന്നുമില്ല അവർ ഒരൊറ്റ മിനിറ്റിൽക്കുള്ളിൽ 2 പേര് ചേർന്ന് അവളെ വട്ടം പിടിച്ച് അവളൊന്നും അവിടെ വെച്ച് ചെയ്യാനാവാത്ത വിധത്തിൽ അവളെ സ്റ്റേജിൻ്റെ പുറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കൗൺസിലിംഗ് എല്ലാം കൊടുത്തു വന്നപ്പോൾ കാലങ്ങളായിട്ട് മനസ്സിൽ പേര് നടക്കുന്ന ഒരു ആന്തരിക മുറിവിൻ്റെ ഫലമായി വന്ന പൈശാചികമായ ഒരു മാനസിക പീഡയാണത്. സത്യത്തിൽ പിശാച് ബാധയായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവൾ എന്നോട്, ഞാൻ പിശാച് ഉള്ള ആളാണോ? ഞാൻ പറഞ്ഞു, ഒരിക്കലും അല്ല. പിശാചിൻ്റെ മനസ്സിനെ കീഴടക്കി അവളെ ദുരുപയോഗിച്ച, ബലാത്സംഗ തുല്യമായ രീതിയിൽ ദുരുപയോഗിച്ച അവളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളോടുള്ള ക്ഷമിക്കാനാവാത്ത ഒരവസ്ഥ ഉള്ളിൽ കിടന്നിരുന്നത് കൊണ്ട് അതൊരു പാപാവസ്ഥയായിരുന്നെങ്കിലും അത് ആ മനസ്സിനെ പിശാച് ഒബ്സസ് ചെയ്യാൻ ഇടവന്നു. പിശാച് മനസ്സിനെ സ്വന്തമാക്കുന്നൊരവസ്ഥ വന്നു. ഇനി തീരുമാനമെടുക്കുന്നതും നടപടി എടുപ്പിക്കുന്നതും പിശാചിൻ്റെ തന്ത്രങ്ങൾ അനുസരിച്ചായിരിക്കും. അങ്ങനെ ഒരവസ്ഥയായിരുന്നു. അത് മോചനം കിട്ടി. ഒരു നല്ല കുമ്പസാരം കൗൺസിലിംഗ് കഴിഞ്ഞ് നടത്തി ക്ഷമിച്ചു. ശത്രുവിന് ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ സൗഖ്യം കിട്ടുകയും ചെയ്തു. പക്ഷേ ഇവിടെ കാണുന്ന കേസ്, ഈ വ്യക്തി
ഗെരസേനയുടെ നാട്ടിലുള്ള ആ വ്യക്തി പിശാച് ബാധിതനായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇത്രമാത്രം അക്രമങ്ങൾ കാണിച്ചത്. ഇനി എന്തുമാത്രമല്ല, അവനിലൂടെ പിശാച് അലറി വിളിച്ച് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കാനുണ്ട്. ഇങ്ങനെയാണ്, അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഒറ്റ നോട്ടത്തിൽ ദൈവപുത്രനെ പിശാചുള്ള ഒരാൾക്ക് പ്രണമിക്കാൻ പറ്റുമോ? അതൊരു കള്ള മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരവസ്ഥയാണ്, കള്ളത്തരമാണ്. പ്രണമിച്ചത് ആരാധിക്കാൻ വേണ്ടിയല്ല, മറ്റൊരു കാര്യത്തിനാണ്. അവൻ ആ വ്യക്തിയിലുള്ള അധിവാസത്തിൽ നിന്ന് പുറത്തു പോകാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഒരു സൂത്രമൊപ്പിച്ചതാണ്, ഒരു തട്ടിപ്പ് ഒപ്പിക്കുന്നതാണ്. എന്താണ് ആ തട്ടിപ്പ്? ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവർ പറഞ്ഞു, മഹോന്നതനാ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ആ പിശാചിനെ അയാളിൽ നിന്ന് പുറത്താക്കാനായിട്ടുള്ള യേശുവിൻ്റെ ഓൾറെഡി തുടങ്ങിയ പ്രാർത്ഥന, അവനെ കണ്ട ഉടനെ തുടങ്ങിയ പ്രാർത്ഥനയെ ഇല്ലാതാക്കാൻ, അങ്ങനെ അവൻ അവിടെ തന്നെ തുടരാൻ വേണ്ടിയാണ് പിശാച് അവനെക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങനെ പീഡിപ്പിക്കരുതേ. അവനെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അവനെ പീഡിപ്പിക്കുന്നത് തുല്യമാണെന്ന് പിശാച് പറയുന്നു. ഒരു മനുഷ്യ വ്യക്തിയിലുള്ള പിശാചിൻ്റെ ആവാസം, അധിവാസം അതില്ലാതാക്കി ആ വ്യക്തിയിൽ സ്വതന്ത്രനാക്കി അവനെന്ന് പിശാചിനെ ബഹിഷ്കരിക്കുമ്പോൾ അത് പിശാചിനെ ഈശോ പീഡിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് പിശാചിത നമ്മുടെ മുമ്പിൽ വെച്ച് പറയുന്നു. കാരണം അശുദ്ധാത്മാവെ ആ മനുഷ്യൽ നിന്ന് പുറത്തു വരിക എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. യേശു ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു അവനെ കണ്ട നിമിഷം തന്നെ. നിൻ്റെ പേരെന്താണ് യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലെഗിയോൺ, ഞങ്ങൾ അനേകം പേരുണ്ട്, എ ഗ്രൂപ്പ് ഓഫ് ഈവിൾ സ്പിരിറ്റ്സ്. അങ്ങനെ ഉണ്ടാകാം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ പ്രധാനപ്പെട്ട ധ്യാന ചിന്ത അതല്ല, പഠന വിഷയം അതല്ല. പിശാച് അങ്ങനെ ചില വ്യക്തികളെ, പിശാചിൻ്റെ കൂട്ടങ്ങൾ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തും. കാരണങ്ങൾ പലതുണ്ടാകാം. ഞാനതിൻ്റെ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടില്ല. ഞാൻ കണ്ടിടത്തോളം വെച്ച് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ച് PhD എടുത്ത് ഡോക്ടറേറ്റ് എടുത്ത് പുസ്തകം എഴുതിയ തോമസ് വാഴചാരിക്കൽ അച്ഛനാണ്, പാലാ രൂപതയിലെ അച്ഛനാണ്. അച്ഛനാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന ആൾ. അതുപോലെ ഇക്കാര്യത്തിൽ പിശാചിനെ ബഹിഷ്കരിക്കുന്ന പ്രാർത്ഥന ഏറ്റവും ശക്തമായിട്ട് വലിയ അഭിഷേകത്തോടെ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഡൊമിനിക് വാളമനാൽ അച്ഛനാണ്, അണക്കര ധ്യാന കേന്ദ്ര ഡയറക്ടർ. എല്ലാ വൈദികർക്കും പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള അധികാരം പൗരോഹിത്യ പട്ടത്തിൻ്റെ കൂടെ നൽകപ്പെട്ടിരിക്കുന്നതാണ്. ആ വരം കിട്ടിയിട്ടുണ്ട്. അവരത് വിശ്വാസപൂർവ്വം ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന മേജർ എക്സോർസിസ് എന്ന് പറയുന്ന പിശാചിനെ ബഹിഷ്കരിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അതൊരു ശുശ്രൂഷയാണ്. ഒരു അഭിമന്യ പിതാവിൻ്റെ അംഗീകാരമുള്ള അനുവാദത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണത്. ഏതായിരുന്നാലും ഈശോ തൻ്റെ ദൈവിക അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവനുള്ള പിശാചിനോട് പുറത്തു പോകാൻ പറഞ്ഞു. പേര് ചോദിച്ച ഉടനെ ലെഗിയോൺ എന്നാന്ന് പറഞ്ഞു. തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുത് എന്ന് അവൻ കേണപേക്ഷിച്ചു. വലിയൊരു പന്നിക്കൂട്ടം മലയരികിൽ പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു. അവ കിഴക്കാന്തൂക്കായ തീരത്തിലൂടെ പാഞ്ഞ് അത് കടലിൽ മുങ്ങിച്ചത്തു. പ്രിയപ്പെട്ടവരെ, അവിടെ വരെ നമുക്കൊന്ന് ധ്യാനിക്കാം. ഇവിടെ പിശാച് ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തു പോയപ്പോൾ ഈശോ ചെയ്തത് അവയെ ആ പന്നിക്കൂട്ടത്തിലേക്ക് വിടുകയാണ്. അവിടെ ആ ജനത്തിൻ്റെ മുമ്പിൽ, നമ്മുടെ മുമ്പിലും ഈശോ ഒരു വലിയ കാര്യം പറയുന്നു. ഒരു മനുഷ്യ വ്യക്തിയിലുള്ള പിശാചിൻ്റെ ആവാസ അവസ്ഥ എന്ന് പറയുന്നത് എത്ര ഭീകരമാണെന്ന് നമ്മൾ അറിയണം. ആ വ്യക്തിയെ നശിപ്പിക്കുക, നിത്യ നരകാഗ്നിയെത്തിക്കുക മാത്രമല്ല, ആ പിശാചിൻ്റെ ഗണം മൃഗങ്ങളുടെ പക്കലേക്ക് ചെന്നപ്പോൾ ആ മൃഗങ്ങൾ പോലും മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് പോലൊരു പ്രവൃത്തിയിലേക്ക് പോയി. അവ എന്താ ചെയ്തത്? അവ പുറത്തു വന്ന് പന്നിക്കൂട്ടിൽ പ്രവേശിച്ച ഉടനെ 2000 പന്നികളോളം കിഴക്കാന്തൂക്കായ തീരത്തിലൂടെ പാഞ്ഞത് കടലിൽ മുങ്ങിച്ചത്തു. അതാണ്, മൃഗത്തെ പോലും നിയന്ത്രിക്കാൻ പിശാചിന് പറ്റും. മൃഗത്തിൻ്റെ നാശം പോലും പിശാച് ഇവിടെ നടപ്പിലാക്കിയെടുത്തു. അപ്പോൾ നമ്മുടെ ഉള്ളിലാണെങ്കിലോ, നമ്മിലേക്ക് പിശാച് വരികയാണെങ്കിൽ യോഹന്നാൻ 10:10 പറഞ്ഞതുപോലെ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമായി വരുന്ന സാത്താൻ നമ്മളെ നശിപ്പിക്കും. പക്ഷേ പിശാച് നമ്മളെ നശിപ്പിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? പാപത്തിലൂടെയാണ് നശിപ്പിക്കുന്നത്. അതിലേറ്റവും ഭീകരമായ പാപം ആത്മഹത്യയാണ്.
മറ്റുള്ള പാപങ്ങൾ അനുദപിച്ച് കുമ്പസാരി തിരുത്താമെന്നാണെങ്കിൽ ആത്മഹത്യ ഇനി തിരുത്താൻ പറ്റാത്തതാണ്. അക്ഷന്തിമമായിട്ടുള്ള തെറ്റെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ഏതായിരുന്നാലും നമ്മൾ ഈ ധ്യാനം നാളെ തുടരും. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട ഒരു ധ്യാന വിഷയത്തിലേക്ക് വരികയാണ്. നമുക്ക് പിശാച് നമ്മിലേക്ക് കടക്കണമെങ്കിൽ, നമ്മുടെ ഉള്ളിൽ കയറി നമ്മളെ ഭരിക്കണമെങ്കിൽ നമ്മൾ അനുവാദം കൊടുക്കണം. നമ്മുടെ അനുവാദം ഇല്ലാതെ പിശാച് നമ്മൾ കയറില്ല. പാപത്തിലൂടെയാണ് അനുവാദം കൊടുക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഒരിക്കലും പാപത്തിലൂടെ പിശാചിന് എന്നിലേക്ക് വരാൻ, എൻ്റെ മേൽ അധികാരം സ്ഥാപിക്കാൻ അനുവാദം കൊടുക്കാതിരിക്കാൻ അങ്ങൻ്റെ ഉള്ളിൽ അതിനാഥനായി വാഴുകയും എന്നെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ